കേരളത്തിലെ CPM-നും ഒപ്പം ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിക്കും ചോദ്യങ്ങളുടെ നീണ്ട നിര. മുഖ്യമന്ത്രി പിണറായി വിജയനും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും കാത്തിരിക്കുന്നത് കടുത്ത വിമർശനത്തിന്റെ ദിനങ്ങൾ. ഏതായാലും കൂനിന്മേൽ കുരുപോലെ കേരളത്തിലെ CPM-ന് ഓരോ ദിവസവും വലിയ ചോദ്യങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ PV അൻവർ ഭരണകക്ഷിയിലെ MLA മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ആഭ്യന്തര വകുപ്പിനും ADGPക്ക് നേരെ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെ CPM-നെ വെട്ടിലാക്കിയിരിക്കുന്ന സമയമാണ്. ഇതിനിടയിലാണ് CPM-ൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉൾപാർട്ടി പോര്, വിഭാഗീയത, കൂട്ടയടി, കൂട്ടരാജി, ബ്രാഞ്ച് സമ്മേളനങ്ങളടക്കം നിർത്തിവെക്കേണ്ട സാഹചര്യം അടക്കമുണ്ടായ സാഹചര്യം. ഇതിനിടയിലാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ രാജ്യപ്രഖ്യാപനത്തിന് പിന്നാലെ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒന്ന് ഉറ്റുനോക്കുമ്പോൾ അതിഷിയായാലും സുനിതയായാലും കെജ്രിവാളിന് ചോദ്യത്തിന്റെ നീണ്ട നിര എന്നുള്ളത്. ഇതിനിടയിൽ കേരളത്തിലെ CPM-ന് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനും MV ഗോവിന്ദനും MA ബേബിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ്. സീതാറാം യെച്ചൂരി വിടവാങ്ങിയതിന് പിന്നാലെ CPM ജനറൽ സെക്രട്ടറിയായി ആ കസേരയിലേക്ക് MA ബേബി എത്തിയാൽ, പ്രത്യേകിച്ചും പലപ്പോഴും സംസ്ഥാന സർക്കാരിനെ, CPM-നെ, ആഭ്യന്തര വകുപ്പിനെ വലിച്ചു കീറി മടക്കി ഒടിച്ച MA ബേബി എന്തൊക്കെയായിരിക്കും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പിന് നേരെ ഭരണകക്ഷി MLA വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയായിരിക്കും പറയാൻ പോകുന്നത് എന്നീ കാര്യങ്ങളടക്കം ഏവരും ഉറ്റുനോക്കുകയാണ്. ഏതായാലും MA ബേബി CPM ജനറൽ സെക്രട്ടറി ആയാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചോദ്യശരങ്ങളുടേതായിരിക്കുമെന്ന് വ്യക്തം. കാരണം പലപ്പോഴും AK ബാലനെ പോലെയും MV ഗോവിന്ദനെ പോലെയുമുള്ള മുതിർന്ന നേതാക്കന്മാർ പിണറായി വിജയനെ ചേർത്ത് പിടിക്കുന്ന രീതിയാണ് തുടരുന്നതെങ്കിൽ MA ബേബി മുള്ളും മുനയും വെച്ച് പലപ്പോഴും പലതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് രാഷ്ട്രീയ കേരളം കണ്ടതാണ്. മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ 2024 ജൂലൈയിൽ തന്നെ MA ബേബി പറഞ്ഞ കാര്യവും പാർട്ടിക്ക് നേരെ കനത്ത പ്രഹരമായി തന്നെ മാറി. ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണമെന്നുള്ള കടുത്ത വിമർശനമാണ് MA ബേബി ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ CPM-ന് ചോദ്യങ്ങൾ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കെജ്രിവാളിനും ചോദ്യങ്ങളാണ്. കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ആയിരിക്കുമോ അതോ അതിഷി ആയിരിക്കുമോ കെജ്രിവാളിന്റെ കസേരയിലേക്ക് എത്തുക എന്നുള്ളതും നിർണായകമാണ്. രാജ്യനാടകമെന്ന് BJP പറയുമ്പോൾ, ഡൽഹി നിയമസഭ ഉടൻ ചേരുമെന്ന് പറയുമ്പോൾ വരും ദിവസങ്ങൾ ആം ആദ്മി പാർട്ടിക്കും നിർണായകമാണ്. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണം പാർട്ടി നേതൃതലത്തിൽ ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതാണ്. ജനറൽ സെക്രട്ടറി ചുമതലയിലിരിക്കെ അന്തരിച്ച ആദ്യ നേതാവാണ് യെച്ചൂരി. പകരം ആര് എന്ന ചോദ്യം ഉയരുമ്പോൾ തീരുമാനം പതിയെ മതി എന്ന നിലപാടിലാണ് പാർട്ടി. കേരളത്തിലെ MA ബേബി അടക്കം പരിഗണനാ പട്ടികയിലുണ്ട് എന്നുള്ളതാണ് ചർച്ചയായിരിക്കുന്നത്. അടുത്ത വർഷം ഏപ്രിൽ 2 മുതൽ 6 വരെ മഥുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിൽ 3 ടൈം പൂർത്തിയാക്കി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാനിരിക്കെയാണ് സീതാറാം യെച്ചൂരിയുടെ ആകസ്മികമായ നിര്യാണം. എന്നാൽ യെച്ചൂരിക്ക് പകരം CPM-ന് ഒരു താൽക്കാലിക ജനറൽ സെക്രട്ടറിയായി ആരെയും പ്രഖ്യാപിക്കില്ല. നിലവിൽ ഡൽഹിയിൽ പാർട്ടി സെന്ററിലെ നേതാക്കൾ കൂട്ടായി ചുമതല വഹിക്കും. ഈ മാസം 28-ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. MA ബേബി, വൃന്ദ കാരാട്ട്, ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം എന്നീ പേരുകൾ സജീവ പരിഗണനയിലുണ്ടെന്നാണ് സൂചന. സീതാറാം യെച്ചൂരിക്ക് പകരം ദേശീയതലത്തിൽ പാർട്ടിയുടെ വനിതാ മുഖമായ വൃന്ദ കാരാട്ട് ജനറൽ സെക്രട്ടറി ആകണമെന്ന നിർദ്ദേശം ഉയർന്നിട്ടുണ്ട്. എന്നാൽ വൃന്ദ കാരാട്ട് 75 വയസ്സ് പ്രായപരിധി പിന്നിട്ടതിനാൽ വരുന്ന പാർട്ടി കോൺഗ്രസിൽ ഒഴിയേണ്ടതായി വരും. അതേസമയം 40 വർഷം മുൻപ് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് പദവി MA ബേബി ഒഴിഞ്ഞപ്പോൾ പകരം ആ സ്ഥാനത്തേക്ക് വന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു. ഇപ്പോൾ സീതാറാം യെച്ചൂരി ചരിത്രത്തിലേക്ക് മായുമ്പോൾ CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബേബി വന്നുകൂടായികയില്ല. കേരള ഘടകത്തിന്റെ പൂർണ്ണ പിന്തുണ ഇതിൽ നിർണായകമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, MV ഗോവിന്ദൻ, A വിജയരാഘവൻ എന്നിവരാണ് ബേബിയെ കൂടാതെ കേരളത്തിൽ നിന്നും PBയിലുള്ളത്. ഈ 3 പേർ MA ബേബിയെ തുണയ്ക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും MA ബേബി പലപ്പോഴായി സംസ്ഥാന സർക്കാരിന് നേരെ അതിരൂക്ഷ വിമർശനം ഉയർത്തിയിട്ടുണ്ട്. മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് പിന്നാലെ കടുത്ത വിമർശനവുമായി CPM PB അംഗം MA ബേബി വന്നതും ചർച്ചയായിരുന്നു. വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയും പ്രശ്നങ്ങളായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് MA ബേബി വിമർശിച്ചത്. ജനങ്ങളെ കേൾക്കാൻ പാർട്ടി തയ്യാറാകണമെന്നും MA ബേബി എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരുന്നു. പാർട്ടി തിരുത്തലിലേക്ക് പോയേ മതിയാകൂവെന്നും അല്ലെങ്കിൽ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനാകില്ലെന്നുമാണ് MA ബേബിയുടെ രൂക്ഷ വിമർശനമുണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് MA ബേബിയുടെ അതിരൂക്ഷ വിമർശനമുണ്ടായത്. നിരാശ പരത്തുന്നതാണ് ഇടതുപക്ഷത്തിന്റെ അവസ്ഥ. CPM സ്വാധീനത്തിൽ നിന്ന് പോലും BJPക്ക് വോട്ട് ചോർന്നത് ഉത്കണ്ഠാജനകമാണെന്നും MA ബേബിയുടെ ലേഖനത്തിൽ പറയുന്നു. നേതാക്കളുടെ വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയും പ്രശ്നങ്ങളായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് MA ബേബി ആവശ്യപ്പെടുമ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നേരെയുള്ള ഒളിയമ്പായി വ്യാഖ്യാനിച്ചുകൊണ്ടും ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു.
പാർട്ടിയുടെ ബഹുജന സ്വാധീനത്തിൽ ചോർച്ചയും ഇടിവും സംഭവിച്ചു. ഉൾപാർട്ടി വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും തിരുത്താനും തയ്യാറാകണം. ജനങ്ങളോട് പറയുന്നത് പോലെ ജനങ്ങൾ പറയുന്നത് കേൾക്കുകയും വേണം. നിർവ്യാജം തിരുത്തിന് തയ്യാറായില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. ഇന്ത്യൻ പാർലമെന്റിലുള്ളത് ഇടതുപക്ഷത്തിന്റെ ശോഷിച്ച സാന്നിധ്യമാണെന്നും എം.എ. ബേബി തുറന്ന് സമ്മതിച്ചിരുന്നു. പാർട്ടി തെറ്റിതിരുത്തൽ നടപടികളിലേക്ക് കടക്കാനിരിക്കെ തന്നെയായിരുന്നു അന്ന് എം.എ. ബേബിയുടെ പരാമർശം ഉണ്ടായത്. അവിടെ കൊണ്ടും തീർന്നില്ല. പാർട്ടി കേന്ദ്രങ്ങളിൽ BJP വോട്ട് കൂടുതൽ നേടുന്നു എന്നുള്ളത് എം.എ. ബേബി ചൂണ്ടിക്കാണിക്കുക ചെയ്തു. മാത്രമല്ല ADGP RSS കൂടിക്കാഴ്ച ഭരണപക്ഷ MLA PV അൻവർ ഉയർത്തിയിരിക്കുന്ന സമയമാണ്. ഇതിനിടെയാണ് ഡൽഹിയിലെ അപ്രതീക്ഷിത നാടകങ്ങളും. അപ്രതീക്ഷിതമായാണ് കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചത്. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ജയിലിൽ വെച്ച് ഭരണം നടത്താനുള്ള സാധ്യതകളായിരുന്നു കേജ്രിവാൾ തേടിയത്. ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയായിരുന്നു അദ്ദേഹം രാജിക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ 2 ദിവസത്തിന് ശേഷമാണ് രാജിവെക്കുകയെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. എന്തുകൊണ്ട് കേജ്രിവാൾ ഇപ്പോൾ തന്നെ രാജിവെക്കുന്നില്ല? 48 മണിക്കൂർ നേരത്തേക്ക് എന്തിന് കാത്തിരിക്കുന്നു എന്ന ചോദ്യങ്ങളും വിവിധ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. BJP അടക്കം അത് ഉന്നയിക്കുന്നുമുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി അടുത്തത് ആര് എന്ന കാര്യത്തിൽ ഇതുവരെ പാർട്ടി വ്യക്തത വന്നിട്ടില്ല. അതാരായിരിക്കുമെന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, മന്ത്രി അതിഷി അടക്കമുള്ളവരുടെ ലിസ്റ്റ് മുന്നിലുണ്ട്. കേജ്രിവാൾ കഴിഞ്ഞാൽ നിലവിൽ പാർട്ടിയിൽ രണ്ടാമൻ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയാണ്. എന്നാൽ ജനകീയ വിധി വന്ന ശേഷമേ താനും സ്ഥാനം ഏറ്റെടുക്കൂവെന്ന് മനീഷ് സിസോദിയും വ്യക്തമാക്കിയിട്ടുണ്ട്. കേജ്രിവാൾ തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ ഇനി ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേജ്രിവാളിന്റെ ഭാര്യ എത്തിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. കേജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തപ്പോൾ വളരെ നിർണായക നീക്കങ്ങളായിരുന്നു സുനിതയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഡൽഹി, ഗുജറാത്ത്, ഹരിയാന അടക്കമുള്ള ഇടങ്ങളിലെ പ്രചാരണം സുനിത ഏറ്റെടുത്തിരുന്നു. മുൻ IRS ഉദ്യോഗസ്ഥ കൂടിയാണ് സുനിത. കേജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ പത്രസമ്മേളനങ്ങളടക്കം സുനിതയുടെ സാന്നിധ്യം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇന്ത്യ സഖ്യ പരിപാടികളിലും സുനിതയുടെ സാന്നിധ്യം ഏറെ ചർച്ചയായിരുന്നു. കേജ്രിവാൾ ജയിലിൽ പോയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്ന് വീഡിയോ വഴി സന്ദേശങ്ങൾ നൽകുകയും പൊതുജനങ്ങളോട് സംവദിക്കുകയും ചെയ്തു. നിലവിൽ ഡൽഹിയിൽ നിന്നുള്ള MLAയോ ആം ആദ്മി പാർട്ടിയുടെ അംഗമോ അല്ല. അതേസമയം സുനിത അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആപ്പിന്റെ പരിഗണനയിലുള്ള ആളെന്നാണ് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേജ്രിവാൾ മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രിയാണ് ആപ്പിന്റെ മുതിർന്ന നേതാവ് അതിഷി. കൽക്കാജി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അതിഷി രാജ്യതലസ്ഥാനത്ത് പാർട്ടിയുടെ വിദ്യാഭ്യാസ നയപരിഷ്കരണം നടപ്പാക്കാൻ ചുമതലപ്പെടുത്തിയ ടീമിലെ പ്രധാനിയാണ്. കേജ്രിവാളിന്റെ വിശ്വസ്തരായിരുന്ന മനീഷ് സിസോദിയയും സത്യേന്ദർ ജെയിനും മദ്യനയ അഴിമതി കേസിൽ ജയിലിലായതോടെയാണ് അതിഷി മന്ത്രിസഭയിലെത്തിയത്. കേജ്രിവാൾ ജയിലിലായതോടെ സർക്കാരിന്റെ പ്രധാന മുഖമായി അതിഷി മാറി. കേജ്രിവാളിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും ഭരണകാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കാനും അതിഷി മുന്നിട്ടിറങ്ങി. നിലവിൽ സിസോദിയ കഴിഞ്ഞാൽ പാർട്ടിയിൽ ഏറ്റവും സുപ്രധാന സ്ഥാനത്തിരിക്കുന്നയാളാണ് അതിഷി. സിസോദിയ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് അറിയിച്ചു കഴിഞ്ഞു. അതിഷിയെ മുഖ്യമന്ത്രിയാക്കാതെ സുനിതയെ മുഖ്യമന്ത്രിയാക്കിയാലും അതിഷിയെ മുഖ്യമന്ത്രിയാക്കിയാലും ആശയക്കുഴപ്പങ്ങൾ അധികം വൈകാതെ ആപ്പിൽ ഉണ്ടാകുമെന്നുള്ള ചർച്ചകളും ചൂടുപിടിച്ചു കഴിഞ്ഞു.